أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تقولوا راعنا وقولوا انظرنا واسمعوا وللكافرين عذاب أليم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സൂറത്തുൽ ബഖറയിലെ 105-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ ശ്രവിച്ചത്. അർത്ഥം: സത്യവിശ്വാസികളെ, നിങ്ങൾ പ്രവാചകനെ അഭിസംബോധന ചെയ്തുകൊണ്ട് റാഇന എന്ന് പറയരുത്, ഉൻദുർന എന്ന് പറയുകയും ശ്രദ്ധിച്ചു കേൾക്കുകയും ചെയ്യുക. ഓർമ്മിക്കുക, സത്യനിഷേധികൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഇതിൻ്റെ വിശദീകരണത്തിൽ ഇവിടെ എന്തുകൊണ്ടാണ് റായിന എന്ന് പറയരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പല വ്യാഖ്യാതാക്കളുടെയും അഭിപ്രായം പറഞ്ഞതിന് ശേഷം തൻ്റെ അഭിപ്രായം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഹുസൂർ പറയുന്നു, ചില വ്യാഖ്യാതാക്കൾ പറയുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാരംഭകാലത്തിൽ ആടുകളെ മേച്ചിരുന്നു. അത് കാരണം യഹൂദികൾ റായിന എന്നതിന് പകരം സ്വരം മാറ്റി പരിഹാസഭാവത്തിൽ റഈന അയിൻ നീട്ടിക്കൊണ്ട് റഈന എന്ന് പറയുമായിരുന്നു. അതിനർത്ഥം നീ ഞങ്ങളുടെ ആട്ടിടയനാണ്, അതായത് നീ എങ്ങനെയാണ് നബിയായത് എന്ന ഭാവത്തിൽ. എന്നാൽ മുഫ്രദാത്തിൽ ഗ്രന്ഥകാരൻ അല്ലാമ അസ്ഫഹാനി സാഹിബ് എഴുതുന്നത് യഹൂദർ റാഇന എന്ന ഈ പദം പരിഹാസത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത്. അവരുടെ ഉദ്ദേശം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കബളിപ്പിച്ചുകൊണ്ട് അപമാനിക്കുക എന്നതാണ്. കേൾക്കുന്നവർക്ക് അത് റാഇന, അതായത് നീ ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് തോന്നുമെങ്കിലും എന്നാൽ അവർ അതിനെ വളച്ചൊടിച്ച് റഈന എന്നാണ് പറയാറുണ്ടായിരുന്നത്. അറബിയിൽ റഈനുൻ എന്ന് പറയുന്നത് വിഡ്ഢിയെയും സ്വാർത്ഥനെയും അഹങ്കാരിയെയുമൊക്കെയാണ്. അത് മുനാദയായി മാറുമ്പോൾ റഈന എന്ന് വരുന്നതാണ്. അത് കേൾക്കുന്നവർക്കത് റാഇന എന്ന് തോന്നുന്ന വിധത്തിലായിരുന്നു അവർ വിളിച്ചിരുന്നത്. എന്നാൽ അവരുടെ ഉദ്ദേശ്യം നൗസുബില്ല തലതിരിഞ്ഞവനെ അല്ലെങ്കിൽ അഹങ്കാരി എന്ന അർത്ഥത്തിലായിരുന്നു. ഇത്തരത്തിലുള്ള അവരുടെ സംസാരത്തെക്കുറിച്ചാണ് ലയ്യം ബി അൽസിനത്തിഹിം, അവർ അവരുടെ നാവുകളെ വളച്ചൊടിച്ചുകൊണ്ടാണ് പറയാറുള്ളത് എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, എൻ്റെ അഭിപ്രായ പ്രകാരം മുസ്ലിങ്ങളോട് റാഇന എന്ന് പറയരുത് എന്ന് പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. റാഇ എന്നത് മുഫാഇല ബാബിൽപ്പെട്ടതും ഫേലെ അമറുമാണ്, അതായത് കൽപ്പനക്രിയയുമാണ്. ആ ബാബിൻ്റെ പ്രത്യേകത എന്നത് നീ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിന് പകരമായി ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതാണ് എന്ന അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ റാഇന എന്നതിൽ താങ്കൾ ഞങ്ങളെ പരിഗണിക്കുകയാണെങ്കിൽ ഞങ്ങൾ താങ്കളെയും പരിഗണിക്കുന്നതാണ്, അല്ലെങ്കിൽ താങ്കൾ ഞങ്ങളെ അനുകമ്പയോടുകൂടി വീക്ഷിക്കുകയാണെങ്കിൽ ഞങ്ങളും താങ്കളെയും അനുകമ്പയോടെ വീക്ഷിക്കുന്നതാണ് എന്നൊരു അർത്ഥം അതിൽ ഉൾക്കൊള്ളുന്നു. എന്നാൽ ആ സ്ഥാനത്ത് ഉൻദുർന എന്നാണെങ്കിൽ ഞങ്ങളെ പരിഗണിച്ചാലും അല്ലെങ്കിൽ ഞങ്ങളെ അനുകമ്പയോടുകൂടി വീക്ഷിച്ചാലും എന്ന അർത്ഥം മാത്രമേ വരികയുള്ളൂ. റാഇന എന്നതിൻ്റെ പൊതുവെയുള്ള അർത്ഥം ഞങ്ങളെ പരിഗണിച്ചാലും എന്നാണെങ്കിലും ആ പദത്തിൽ അപമര്യാദയുടെ അർത്ഥം ഉൾക്കൊള്ളുന്നു. ആദരണീയനായ ഒരു വ്യക്തിയോട് താങ്കൾ ഞങ്ങളെ അനുകമ്പയോടുകൂടി പരിഗണിച്ചാൽ മാത്രമേ ഞങ്ങളും പരിഗണിക്കൂ എന്ന് പറയുകയാണെങ്കിൽ അത് അപമര്യാദയോടെയുള്ള സംസാരമായി ഗണിക്കുന്നതാണ്. പ്രത്യേകിച്ച് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള ആദരണീയ വ്യക്തിയോട്. അതുകൊണ്ടാണ് അല്ലാഹു അത്തരം യാതൊരു സന്ദേഹത്തിനും അനാദരവിനും വകയില്ലാത്ത യഥാർത്ഥ അർത്ഥം നൽകുന്ന ഉൻദുർന എന്ന പദം ഉപയോഗിക്കാൻ സത്യവിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്. യഹൂദർ ആഗ്രഹിച്ചിരുന്നത് അത്തരം ദ്വയാർത്ഥ പദങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്നത് വഴി മുസ്ലിങ്ങളും അത്തരം പദങ്ങൾ ഉപയോഗിച്ച് തുടങ്ങുമെന്നും അങ്ങനെ സാവകാശം അവരുടെ ഹൃദയങ്ങളിൽ നിന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആദരവും ബഹുമാനവും കുറഞ്ഞു വരുമെന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യവിശ്വാസികൾ അത്തരം പദങ്ങൾ ഉപയോഗിക്കരുതെന്ന് അള്ളാഹു ശക്തമായി വിലക്കിയിരിക്കുന്നത്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇതിൽ നിന്നും മനസ്സിലാകുന്നത് നാം ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഗൗരവത്തോടെ കാണണമെന്നതാണ്. അല്ലാത്ത പക്ഷം അത് വലിയ നഷ്ടത്തിന് കാരണമായി തീരുന്നതാണ്. മുസ്ലിങ്ങൾക്ക്
അധപ്പതനവും നാശവും സംഭവിക്കാനുള്ള ഒരു വലിയ കാരണവും ഇത് തന്നെയാണ്. അതായത് അവർ ബഹുമാന സൂചകമായി ഉപയോഗിക്കേണ്ട പദങ്ങൾ മോശമായ അർത്ഥത്തിൽ ഉപയോഗിച്ചു തുടങ്ങി എന്നത്. രാജാവ് എന്നാൽ വിഡ്ഢി എന്ന അർത്ഥത്തിൽ അവർ ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ രാജാവിനുള്ള വിലയും ആദരവും നഷ്ടപ്പെടുകയുണ്ടായി. രാജാവിലുള്ള ബഹുമാനവും ആദരവും നഷ്ടപ്പെട്ടതോടുകൂടി അവരുടെ ഭരണവും നഷ്ടപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പണ്ഡിതന്മാരോടും ആദരണീയ വ്യക്തികളോടുമുള്ള ബഹുമാനം ഇല്ലാതാവാൻ കാരണം ആദരസൂചകമായി അവർ ഉപയോഗിച്ചിരുന്ന ഹസ്രത്ത് എന്ന പദം തന്നെ ദുഷ്ടന്മാർക്കും സാമൂഹിക വിരുദ്ധർക്കും വേണ്ടി ഉപയോഗിക്കാൻ തുടങ്ങി എന്നതാണ്. അതിൻ്റെ അനന്തരഫലമായി പണ്ഡിതന്മാരോടുള്ള ബഹുമാനം ഇല്ലാതാവുകയും അനാദരവോടുകൂടി അവരോട് പെരുമാറാൻ തുടങ്ങുകയും ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ അള്ളാ എന്ന പദത്തോടുള്ള അനാദരവും മുസ്ലിങ്ങളിൽ വിപത്തിന് കാരണമായിട്ടുണ്ട്. മുസ്ലിങ്ങളിൽ ചിലർ കയ്യിൽ ഒന്നും ഇല്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹി അല്ലാഹെ, അതായത് ഇനി അള്ളാഹ് മാത്രമേ ഉള്ളൂ എന്ന് തമാശ രൂപേണ പറയാറുണ്ട്. അതുകൊണ്ടുള്ള അവരുടെ ഉദ്ദേശ്യം ഒന്നും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ്. അതായത് അവരവിടെ അള്ളാഹ് എന്നതിന് വില കൽപ്പിക്കുന്നത് ശൂന്യമാണ്. അതല്ലാതെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അല്ലാഹ് അല്ല. ഹസ്രത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സർവവും ദൈവ സമക്ഷം സമർപ്പിക്കാൻ വന്നപ്പോൾ ഇനി എന്താണ് ബാക്കി വെച്ചിരിക്കുന്നതെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അല്ലാഹ് എന്ന് മാത്രമായിരുന്നു അദ്ദേഹവും മറുപടി പറഞ്ഞിരുന്നത്. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉദ്ദേശിക്കുന്ന അല്ലാഹും അവർ ഉദ്ദേശിക്കുന്ന അല്ലാഹും തമ്മിൽ വ്യത്യാസമുണ്ട്. ഈ വിധത്തിൽ പരിഹാസരൂപേണ ആ പദം ഉപയോഗിച്ചതിന്റെ ഫലമായി അവരിൽ അല്ലാഹുവിൽ ഉണ്ടായിരുന്ന വിശ്വാസം നഷ്ടപ്പെടുകയും നിരീശ്വരത്വം കടന്നുകൂടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ബഹുമാന സൂചകമായി നാം ഉപയോഗിക്കുന്ന പദങ്ങൾ അനുചിതവും മോശവുമായ സ്ഥാനത്ത് അല്ലെങ്കിൽ കാര്യത്തിന് നാം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനോടുള്ള ബഹുമാനം തന്നെ ഇല്ലാതായിത്തീരുന്നതാണെന്ന കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ മുഅ്ജിസ, കറാമത്ത്, നബി, റസൂൽ, ഷഹീദ് എന്നീ പദങ്ങളും നാം ബഹുമാനിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം ആ പദങ്ങൾ കൊണ്ട് സൂചിപ്പിക്കുന്നവരുടെ ആദരവും വിലയും തന്നെ ഇല്ലാതായിത്തീരുന്നതാണ്. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും പറയാറുള്ളത് അത്തരീഖത്തു കുല്ലുഹ അദബുൻ, അതായത് മര്യാദയാണ് ആത്മീയതയുടെ അടിസ്ഥാനമെന്നാണ്. ദ്വയാർത്ഥ പദപ്രയോഗം പലപ്പോഴും അപകടകരമായ അനന്തരഫലത്തിന് കാരണമായേക്കാം. അതുകൊണ്ടാണ് അല്ലാഹു റായിന എന്ന ദ്വയാർത്ഥ പദം ഉപയോഗിക്കുന്നതിൽ നിന്നും മുസ്ലിങ്ങളെ വിലക്കിയിരിക്കുന്നതും. വാഹിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.